ലോക ജൈവ വൈവിധ്യ ദിനം എന്ന്? ഉത്തരം വരുന്നത് മെയ് 22. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? വാൾട്ടർ ജി റോസൺ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം വരുന്നത് നീലഗിരി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ആവാസ വ്യവസ്ഥ ഏതാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ജൈവ വൈവിധ്യ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം? 2002. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം? തിരുവനന്തപുരം. ഹോട്ട്സ്പോട്ട് എന്ന ആശയം അവതരിപ്പിച്ചതാര്? നോർമൻ മേയേഴ്സ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഏവ? പശ്ചിമഘട്ടം, കിഴക്കൻ ഹിമാലയം. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏത്? IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം? 1986. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1972. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവഗ്രാമം ഏത്? ഉത്തരം വരുന്നത് ഉടുമ്പന്നൂർ. സിംഹവാലൻ കുരങ്ങുകൾ കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക്? സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം വരുന്നത് കുന്തിപ്പുഴ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ? ആമസോൺ മഴക്കാടുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള രാജ്യം ഏത്? ഉത്തരം ബ്രസീൽ. ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ഏത്? കുറിഞ്ഞിമല, നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം. ഏത് തരം വനങ്ങളാണ് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം പ്രകടിപ്പിക്കുന്നത്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ്? കേരളം, തിരുവനന്തപുരത്തെ വള്ളക്കടവിൽ.